തിരിഞ്ഞു നിന്ന് കുഞ്ഞിക്കോയക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ശൈഖുനയുടെ ചോദ്യം, ആ ആന എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ മുരീദായ നിങ്ങളുടെ ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണ്ട കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കാന്തപുരം ഉസ്താദിനെ എൻ്റെ മതത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് ഒരുപാട് അനുയായികൾ അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുന്നത് എന്തുകൊണ്ട് ഇത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് വിശിഷ്ടമായ ഒരു അതിഥിയുണ്ട്. ഉസ്താദിൻ്റെ ദീനിനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രബോധകനായ ആൾ. അദ്ദേഹത്തിൻ്റെ 2-3 ക്ലിപ്പിങ്ങുകൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ പുനഃസംപ്രേഷണം ചെയ്യാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വിശിഷ്ട വ്യക്തിയുടെ 2-3 ക്ലിപ്പുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകണം. അതിനുശേഷം ഞാൻ ആ കാര്യം നിങ്ങളിൽ വ്യക്തമാക്കുന്നതായിരിക്കും. നമുക്കറിയാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവികളുടെയും പക്ഷികളുടെയും ഉറുമ്പിൻ്റെയൊക്കെ സംസാരം അറിയുന്ന ആളായിരുന്നു. അതിനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. ആനയോട് സംസാരിച്ചതായിട്ടുള്ളൊരു അറിവ് എനിക്കില്ലാത്തതുകൊണ്ടെന്നറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾക്കറിയാം, ചില അറിവുകൾ നമ്മൾക്ക് അറിയണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിലൂടെയോ അല്ലെങ്കിൽ തിരുസുന്നത്തുകളിലൂടെയോ പോയാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സഹാബത്ത് മനസ്സിലാക്കിയത്, തബീങ്ങളും അയിമ്മത്തുകളും മനസ്സിലാക്കിയത്, ആ രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ നമ്മൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലെ കാന്തപുരം ഉസ്താദിനെ പോലത്തെ ആളുകളെ, അവരുടെ ശിഷ്യന്മാരെ, അവരുടെ മർക്കസിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി പുറത്തിറങ്ങിയ ശിഷ്യന്മാരുടെയൊക്കെ വാക്കുകളിലൂടെ നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആനയുമായി സംസാരിച്ച് ആനയുടെ വിഷമം തീർത്തു കൊടുക്കുന്ന ഒരു ഔലിയ ഉണ്ടായിരുന്നു നമുക്ക്. അതിനെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ ഈ ഉസ്താദിനെ പിന്തുടരുക തന്നെ ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് അറിവുകൾ ഇതുവരെ ഈ ഉസ്താദിനെയും ഉസ്താദിൻ്റെ ശിഷ്യന്മാരെയും പിൻപറ്റിയാലേ നമ്മൾക്ക് അറിവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ആദിമീങ്ങളിൽ ഉന്നതരായിരുന്ന കുഞ്ഞിക്കോയക്ക എന്ന് പറയുന്ന ആള് ചേലമ്പാടി കാടില്ലേ, ആ കാട്ടിലൂടെ ശൈഖുന നടന്നുപോയ ഒരു സമയം കൂടെ കുഞ്ഞിക്കോയക്കയും ഉണ്ട്. കുഞ്ഞിക്കോയക്ക നേരിട്ട് പറഞ്ഞതാണിത്. നേരിട്ടിങ്ങനെ ശൈഖുന നടന്നു പോകുന്നു. ആ കാട്ടില് വന്യമൃഗങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ ഒരു ആന ഇങ്ങനെ വരുന്നു ശൈഖുനെ കൊള്ളാൻ. ആ ആന ഇങ്ങനെ വന്നിട്ട് ശൈഖുനയുടെ അടുത്തിൽ വന്ന് മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. അവിടെ മുട്ടുകുത്തി നിന്നിട്ട് എന്തൊക്കെയോ തല കൊണ്ടാത്തിയിട്ട് എന്തൊക്കെയോ ഒരു ശബ്ദം ഉരത്തുകയാണ്. ആ ശബ്ദം ആർക്കും തിരിയുന്നില്ല, ശബ്ദം മനസ്സിലാകുന്നില്ല. കുഞ്ഞിക്കോയക്കയും കൂട്ടരും കൂടെയുണ്ട്. അവർക്ക് പേടിയാകുന്നുണ്ട്. ശൈഖുന ആ ആനയുടെ ആ കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനയോട് പറയുന്നു മലയാളത്തിലോ, ഈ കുന്നിന്റെ അപ്പുറത്തുണ്ട് ഭക്ഷണം, അത് പോയി കഴിച്ചോളൂ. മലയാളത്തിൽ മറുപടി കൊടുക്കുന്നു. ആ ആന എഴുന്നേൽക്കുന്നു, തിരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്. നേരെ തിരിഞ്ഞു നിന്ന് കുഞ്ഞിക്കോയക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ശൈഖുനയുടെ ചോദ്യം, ആ ആന എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല ശൈഖുന പറഞ്ഞു കൊടുക്കുകയാണ്. ആ ആന എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പ്രസവിച്ച ആനയാണ്, എനിക്ക് വല്ലാതെ വയറുവേദനയുണ്ട് എന്ന പരാതി എന്നോട് പറഞ്ഞതാണ്. അതിന് മറുപടിയാണ് ഞാൻ കൊടുത്തത്. ആ കുന്നിന്റെ പുറത്തുണ്ട് നിങ്ങൾക്ക് വേണ്ട പുല്ല്, ആ പുല്ല് തിന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദനമാകും, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞതാണ്. സംശയമുണ്ടോ? കുഞ്ഞിക്കോയക്കാരന്റെ പിന്നത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ ഒന്ന് ചെന്നു നോക്കൂ. ആ സംശയം തീരാനല്ല, കൽബിനൊരു തുമനീനത്ത് കിട്ടാൻ കുഞ്ഞിക്കോക്ക് അങ്ങനെ കാട്ടിലൂടെ നടന്ന് ആ കുന്നിലിറങ്ങി മറ്റേ ആ കുന്നിൽ മുകളിൽ കയറി നോക്കുമ്പോൾ പടച്ചോനെ, അതാ കുന്നിന്റെ താഴ്വാരത്തുനിന്ന് ഈ വന്ന ആന അങ്ങനെ പുല്ല് തിന്നുന്നു. പുല്ലല്ല, എന്താണോ അതിന് വേണ്ട ഭക്ഷണം ശൈഖുന പറഞ്ഞു കൊടുത്ത് നിർദ്ദേശിച്ചത് അത് തിന്നുകയാണ്.
ഈ ഉസ്താദിൻ്റെ മതത്തെ പിൻപറ്റിയാൽ പിന്നീട് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഖബറിലേക്ക് ഒറ്റപ്പെട്ടു പോയി അവിടെ ചോദ്യത്തിന്, അതായത് നമ്മൾക്ക് മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം പറയാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം വെച്ചാൽ ഉത്തരം പറയണമെങ്കിൽ ഇവിടെ ഖുർആനിനെയും സുന്നത്തിനെയും അനുസരിച്ച് ജീവിക്കണമല്ലോ. അപ്പം അങ്ങനെ ജീവിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ചില ആളുകളുടെ മുരീദാണെങ്കിൽ, അതായത് ഉസ്മാനുൽ ഹാറൂനി അതുപോലത്തെ കുറച്ച് ആളുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ മുരീദാണെങ്കിൽ നമ്മളിനിപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നമ്മൾ ഖബറിലേക്ക് ചെല്ലുന്നതെങ്കിലും നമ്മളുടെ കൂടെ ഖബറിൽ വന്നിട്ട് നമ്മളെ അവിടെ പരീക്ഷ പാസ്സാക്കി തരും. അത് പാസ്സാക്കാൻ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചില്ലെങ്കിൽ ചീത്ത പറഞ്ഞ് അവിടെ നമ്മളെ റെഡിയാക്കി തരും. അങ്ങനത്തെ ഒരു ഗുണം കൂടി ഈ ഉസ്താദിൻ്റെ മതത്തിൽ ഉസ്താദിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ശൈഖ് അവറുകളുടെ പവർ പറയുന്നത് കാണാം. ഞങ്ങളുടെ ശൈഖ് ഞങ്ങളോട് പറയാറുണ്ട്, എൻ്റെ സിൽസിലെ എൻ്റെ മുരീദായാൽ നിങ്ങളുടെ ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണ്ട കേട്ടോ, എൻ്റെ മുരീദന്മാർക്ക് ഖബറിൽ മറുപടി ഞാൻ പറഞ്ഞുകൊള്ളും. ബഹുമാനപ്പെട്ട മൊയ്ൻ തങ്ങൾ ഉപ്പാപ്പ പറയുന്നു, ഇതെന്റെ ജീവിതത്തിൽ തെളിവായ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? ഉസ്മാൻ ഹാറൂനി തങ്ങളെ ഹയാത്തുള്ള സമയത്ത് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു മുരീദ് വഫാത്തായി പോകുന്നു. ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ, ഉസ്മാൻ ഹാറൂനി തങ്ങൾ വഫാത്തായില്ല, പക്ഷേ ഒരു മുരീദാണ് വഫാത്തായത് ആദ്യമായിട്ട്. ആ മുരീദ് വഫാത്തായി ഖബറിൽ ചെന്നാൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ വരുമെന്നല്ലേ പറഞ്ഞത്? ശൈഖ് അവറുകൾ വഫാത്തായിട്ടില്ലല്ലോ, പിന്നിതെന്താണ് സംഭവിക്കുക? മൊയ്ൻ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല എനിക്ക് തന്ന കഴിവ് കൊണ്ട്, കശ്ഫിന്റെ നോട്ടം കൊണ്ട്, ഞാൻ ആ ഖബറിന്റെ ഉള്ളിലേക്കെല്ലാം നോക്കാനുള്ള കഴിവ് അല്ലാഹു തന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ ഒരു സുഹൃത്തിനെ മറമാടുന്ന വിഷയത്തിലൊക്കെ ഞാൻ ഇടപെട്ടു. കഫൻ ചെയ്തു, നിസ്കരിച്ചു, പള്ളി ആ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടി, എല്ലാം കല്ലുകളൊക്കെ വെച്ച് മിൻഹാ ഖലഖനാകും മണ്ണുകൾ ഇട്ടു. അതിനെ മൂടിയതിന് ശേഷം എല്ലാം പിന്തിരിഞ്ഞപ്പോൾ ഞാനൊരു ഭാഗത്ത് പോയിരുന്നു, ഞാനൊരു കുറച്ച് ദൂരത്തിരുന്നു. ഞാൻ എൻ്റെ കശ്ഫിയായ നളറ് നോട്ടം ഞാൻ ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. കാരണം എന്താ? റുഅ്യത്തുൽ മലായികത്തി മഖാമുൻ മിൻ മഖാമാത്തിൽ ഔലിയ, മലക്കുകളെ കാണുക എന്നുള്ള വലിയൊരു സ്ഥാനം അത് ലഭിച്ചു പോയിട്ടുണ്ട് ഖാജാ തങ്ങൾ ഉപ്പാപ്പക്ക്. ഖബറിന്റെ ഉള്ളിലെ വിവരമറിയാനുള്ള മഖാം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തപ്പോ മുൻകർ നക്കീർ വരുന്നതും എന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതും എന്നു ആ ഒരു രംഗം എനിക്ക് കാണാൻ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വീക്ഷിക്കുകയാ. ആ സമയത്താണ് റൗമാൻ എന്ന് പറയുന്ന മലക്ക് വന്നു ഞങ്ങളുടെ സുഹൃത്തിനെ ഇരുത്തു സന്തോഷപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മുൻകർ നക്കീർ വരുന്നത്. ശൈഖ് ഉസ്മാൻ ഹാറൂനിയെ കാണുന്നില്ല. ഉസ്മാൻ ഹാറൂനി തങ്ങളൊരു വാക്കുണ്ടല്ലോ ഞങ്ങൾക്ക്, എന്താണ് ആ വാക്ക്? എന്റെ മുരീദാണോ? ആ മുരീദ് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉത്തരം പറയാൻ ശൈഖാകുന്ന ഞാനുണ്ടാകും കേട്ടോ. ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട. ഈ വചനം ഇങ്ങനെ ഞാൻ നോക്കുകയാ. മുൻകർ നക്കീർ വന്നു, മൻ റബ്ബുക എന്ന ചോദ്യം ഞങ്ങളെ സുഹൃത്തിനോട് അങ്ങ് ചോദിക്കുമ്പോഴേക്ക് അല്ലാ, താടി വെച്ച് നരച്ച താടിയുമായി എന്റെ ശൈഖ് അവറുകൾ അതിന്റെ ഉള്ളിൽ ഹാദറായിട്ട് അല്ലാഹു റബ്ബുനാ, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണെന്ന് മുൻകർ നക്കീറിന് ഉത്തരം കൊടുക്കുന്നതാ. ഞാൻ നളർതു ബിഐനൈ ഹാദാ, ഞാൻ എന്റെ കശ്ഫിന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടുപോയി. ആ സമയത്ത് മുൻകർ നക്കീർ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചത് നിങ്ങളോടല്ല, ഇദ്ദേഹത്തോടാണ്. ആ സമയത്ത് ഉസ്മാൻ ഹാറൂനി തങ്ങളെ മറുപടി, ഈ താടി നരച്ചത് എന്തിനാണെന്ന് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കുക, എന്തിനാണ് ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ താടി നരപ്പിച്ചതെന്ന് ചോദിക്കുക. അവരണ്ടാളും മറഞ്ഞ് ഉടനെ അവർ വന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വലിയ അധികാരം തന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് മതി, ഇനി ചോദ്യം വേണ്ട. കണ്ടില്ലേ, ചോദിക്കാൻ വേണ്ടി വന്ന മലക്കുകളൊക്കെ പേടിപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മൾക്ക് പിന്നെ ഖബറിൽ പിന്നെന്താ പറയുക, നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നിരിക്കുന്നത്. പിന്നെ ചെറിയൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അടുത്ത ഒരു കാര്യം, ഇതേ വേദിയിൽ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുരീദ് പിന്നെ മരണപ്പെട്ടു പോയി. അദ്ദേഹം, അതായത് ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന ആ ഔലിയ മരണപ്പെടുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുരീദ് മരണപ്പെട്ടു. അപ്പോഴാണ് ഈ ഖബറിൽ ചെന്നിട്ട് ഇടപെട്ടത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ വീഡിയോ ഒന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം.
ഇതില്ലേ ചോദിച്ചില്ലേ മുരീദ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? മുരീദിനോട് ചോദിച്ചപ്പോ മുരീദ് പറഞ്ഞു, എനിക്ക് ഇങ്ങക്ക് ഖിദ്മത്ത് ചെയ്യണം, ഒരുപാട് കാലം ചെയ്യണമെന്നാണോ? എന്നാ ഇനി മരിക്കണ്ട, ഞാൻ അസ്രായിലിനോട് പറയാം, നിന്റെ റൂഹ് പിടിക്കൂല. ഇന്നും അത് അജ്മീറിൽ ജീവിക്കുന്നു. 700 ചില്ലാനും വയസ്സുണ്ടല്ലോ അബ്ദുല്ലാഹിൽ ബയാബാനി. ഇന്നും അജ്മീറിൽ ജീവിക്കുന്നുണ്ട്. മലമടക്കുകളിൽ കാണേണ്ടവർ കാണുന്നു, അറിയേണ്ടവർ അറിയുന്നു, ലഭിക്കേണ്ടവർക്ക് അവിടുത്തെ സഹായം ലഭിക്കുന്നു. ബഹുമാനപ്പെട്ടവർ കൊടുത്ത ആയുസാണത്. ഇപ്പോഴൊന്നും മരിക്കൂല. എനക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള അവസരം കൊടുത്തില്ലേ? കണ്ടോ, പരിശുദ്ധ ഖുർആനും ഒക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ, ആയുസ് തീരുമാനിക്കുന്നത്, ആരെപ്പം മരിക്കണം ജീവിക്കണം അതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്നല്ലേ. പക്ഷേ ഉസ്താദിൻ്റെ മതത്തിൽ നിന്നും മാത്രമേ നമ്മൾക്ക് ഇത്രയും വിലപ്പെട്ട അറിവുകൾ കിട്ടുള്ളൂ. കാരണം ആയുസ് തീരുമാനിക്കുന്നതും ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അല്ലെങ്കിൽ CM വലിയുള്ളതൊക്കെയാണ്. മരിച്ചവരൊക്കെ എത്ര ജീവിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പണ്ട് മരണപ്പെടുന്നവരൊക്കെ ജീവിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഷെയ്ഖുന നമ്മളെ CM മടവൂര്. അപ്പോൾ ഇപ്പോൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ, ഇപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾക്ക് അറിയില്ല. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ആയുസ് സ്വന്തം മുരീദിന് ഒരുപാട് കാലം ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനിയും മരിക്കണ്ട എന്ന് പറഞ്ഞ് ആയുസ് അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. 700 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിരിക്കണം, സത്യമായിട്ട് പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ, അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം എന്ന് വെച്ചാൽ ഈ ഉസ്മാനുൽ ഹാറൂനിക്ക് മുമ്പേ മരിച്ചുപോയൊരു മുരീദിൻ്റെ ഖബർ പോയിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തുകൊണ്ട് ആ മുരീദിന് ഈ ഉസ്മാനുൽ ഹാറൂനിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അദ്ദേഹത്തിനും പോയിട്ട് ഇതുപോലെ ആയുസ് ചോദിച്ചിരുന്നെങ്കിൽ മരണപ്പെടേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നു. യഥാർത്ഥത്തിലേക്ക് വരാം സുഹൃത്തുക്കളെ, സമസ്തക്കാരോട് പ്രത്യേകിച്ച് ഇതുപോലത്തെ കള്ളക്കഥകൾ ഇതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഖബറിൽ പോയിട്ട് ഇടപെടുക, മുൻകർ നക്കീറിനോട് നിങ്ങളുടെ റബ്ബിനോട് പോയി ചോദിച്ചു നോക്കാറുണ്ട്, ഭീഷണിപ്പെടുത്തി പറഞ്ഞേക്കുക, തിരിച്ചു വന്നിട്ട് നിങ്ങളെ മുരീദിനോട് ചോദ്യമില്ല എന്ന് പറയുക. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ ഇനി ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൺക്ലൂഷനാണ്. അതായത് എന്തുകൊണ്ട് ഈ ഉസ്താദിനെ ഒരുപാട് പേര് പിൻപറ്റുന്നു ഭയങ്കര ആവേശത്തോടു കൂടി എന്ന് വെച്ചാൽ, ഈ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ശരിക്കും ഖുർആനും അതുപോലെ ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചെന്ന കാര്യങ്ങളിലൂടെ പോയില്ലെങ്കിൽ അപകടകരമാണ്, നമ്മൾ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയിൽ നിന്ന് മാറ്റി ഇതുപോലത്തെ ഔലിയാക്കളെയും ഇവർ സൃഷ്ടിച്ചെടുത്ത ഔലിയാക്കളെയും അതുമാതിരി തന്നെ ഉലമാക്കളെയും ഇതേപോലത്തെ കാന്തപുരത്തിനെയൊക്കെ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഖബറിൽ വന്ന് അവരെ കണ്ട് രക്ഷപ്പെടുത്തും. അതുപോലെ നമുക്ക് എല്ലാം സ്വർഗം വരെ ഒരു നേടിത്തരും. അപ്പോൾ ഓല അണ്ടറിലാണ് കാര്യങ്ങൾ. അള്ളാഹുവിനെ നിലക്ക് നിർത്താൻ ഇവർക്ക് കഴിയുമെന്നുള്ള ഒരു പാഠമാണ് ഇവിടെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും കൃത്യമായി നിസ്കരിക്കാതെ അല്ലെങ്കിൽ കൃത്യമായ ദീനി കാര്യങ്ങളൊന്നും നോക്കാതെ ഖുർആൻ പഠിക്കാതെ ഹദീസ് അറിയാതെ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഇതുപോലത്തെ മുരീദന്മാരുടെ ആളായിട്ട് ഇങ്ങനെ കുറേ ജാറത്തിലൊക്കെ പോയിട്ട് സിയാറത്തൊക്കെ നടത്തി അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സമാധാനത്തിൽ ജീവിക്കുക. എന്നും എല്ലാ 5 വക്തും ഇങ്ങനെ പോയി നിസ്കരിക്കുക, റമദാനിൽ ഫുള്ള് നോമ്പ് വെക്കുക, അതുമാതിരി തന്നെ നമ്മൾ പല എന്താ പറയുക താടി വെക്കുക, അഞ്ഞിരാണിക്ക് മേലെ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും നമുക്കാവില്ല. നമ്മൾ ഉസ്താദിൻ്റെ മുരീദാവുന്നു, അതുകൊണ്ട് ഉസ്താദ് നമ്മളെ രക്ഷിച്ചോളും പരലോകത്ത്. ഈ ഒരു ചിന്ത കൊണ്ടായിരിക്കാം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവരൊക്കെ കൂടി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. എന്തായാലും മരണത്തോടു കൂടി എല്ലാം മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.